ഓരോ മലയാളിയുടെയും ഹൃദയ സരസിൽ മലയാള സിനിമയെയും ഗാനങ്ങളെയും ചെമ്പകത്തൈകൾ പൂത്ത മാനത്തെ പൊന്നമ്പടി പോലെ പ്രതിഷ്ഠിച്ച ശ്രീകുമാരൻ തമ്പിക്ക് ആരാധകരും അഭ്യുദയകാംക്ഷികളും കാത്തുവെച്ച സ്നേഹപദക്കമാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ. 1957 സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ കോട്ടയം സമ്മേളനത്തിലെ തത്സമയ കവിതാ മത്സരത്തിൽ വിജയം നേടിക്കൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി എന്ന 17 വയസ്സുകാരൻ തന്റെ കലാസാഹിത്യ വിജയയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 65 വർഷങ്ങൾക്കിപ്പുറം 2022 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ണിലും എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ ബെസ്റ്റ് സെല്ലറായി വായനാ ലോകം ആഘോഷിക്കുമ്പോൾ കാലം സാക്ഷ്യം പറയുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം മലയാള സിനിമയുടെയും മലയാള ഗാനശാഖയുടെയും കൂടി ചരിത്രമാണ്. ഫീസ് കൊടുക്കാത്തതിന് ക്ലാസ്സിന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടി രാത്രിയിൽ കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്തതിനു ശേഷം കണക്കിൻ്റെ ഒരു പേജിൽ ഭംഗിയായിട്ടൊരു ചതുരം വരച്ചു. ആ ചതുരത്തിനകത്ത് നിർമ്മാണം സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എന്ന് എഴുതി അതിൽ നോക്കി സ്വപ്നം കണ്ടു. അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? അത് ഞാൻ ഭാവിയിൽ എടുക്കാൻ പോകുന്ന സിനിമയിൽ ഇങ്ങനെയാണ് എൻ്റെ പേര് നീ കാണിക്കുക. 18 വർഷത്തിന് ശേഷം ഞാൻ സ്വന്തം ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങി ചന്ദ്രകാന്തം എന്ന സിനിമ എടുത്തു. 29 സിനിമകളും 13 സീരിയലുകളും 42 ഡോക്യുമെന്ററികളും 15 ഷോർട്ട് ഫിലിമുകളും ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തു. സിനിമകൾക്കും 13 സീരിയലുകൾക്കും തിരക്കഥാ സംഭാഷണം ഒരുക്കും. 12 കവിതാ സമാഹാരങ്ങളും 4 നോവലുകളും ഒരു ചെറുകഥാ സമാഹാരവും ഒരു നാടകവും ഉൾപ്പെടെ 20-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഇതിനു പുറമെയാണ് ഭൂമിയിൽ മലയാളി ജീവിച്ചിരിക്കും കാലത്തോളം ദീർഘായുസ്സുണ്ടാകുമെന്ന് കാലം സാക്ഷ്യപ്പെടുത്തിയ 3000-ലധികം ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചതും ചിലതിനെല്ലാം സംഗീതം പകർന്നത്. ആദ്യം സ്ലേറ്റ് പെൻസിൽ എഴുതി, പിന്നെ ബുക്കിൽ വലിയ പെൻസിൽ എഴുതി, പിന്നെ നല്ല പാട്ടുപാര കൊണ്ട് എഴുതി. ഇപ്പൊ ഞാൻ എഴുതാൻ പേര് ഉപയോഗിക്കുന്നില്ല, എല്ലാം ലാപ്ടോപ്പിലാണ്. എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് പ്രവേശിച്ച ശ്രീകുമാരൻ തമ്പി സ്വയം നവീകരിക്കാനെന്നും പുത്തൻ സാങ്കേതിക വിദ്യകളുമായി കൂട്ടുകൂടിയിരുന്നു. നിത്യനേരത്തെ നായകൻ പ്രേംനസീറും ഉലകനായകൻ കമലഹാസനും ഒന്നിച്ചഭിനയിച്ച ഏക ചിത്രമെന്ന പെരുമകേട്ട തിരുവോണം സംവിധാനം ചെയ്തതും ശ്രീകുമാരൻ തമ്പിയാണ്. ജഗതി ശ്രീകുമാർ എന്ന യുവനടനെ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ജയന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായകതുല്യമായ ആദ്യകാല കഥാപാത്രങ്ങൾ സാക്ഷാത്കരിച്ചതും ശ്രീകുമാരൻ തമ്പിയാണ്. ഞാൻ ഇപ്പോഴും ഏത് സിനിമയും അത് റിലീസ് ചെയ്ത 3 ദിവസം തന്നെ. കാരണം ചില പടങ്ങൾ 2 ദിവസം നിർത്തിക്കിട. അതുകൊണ്ട് പണ്ട് ഞങ്ങളുടെ കാലത്ത് പടം എത്ര മോശമാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഓടിക്കും മിനിമം. അത് തിയേറ്ററുകാർ ചെയ്യുന്ന ധർമ്മമാണ്. ഇപ്പോൾ ഒരു ഷോ നിർത്തിക്കിട. അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ ചെയ്തുകൊണ്ട് കഴിയുന്നത് നേരത്തെ കാണാൻ ഞാൻ ശ്രമിക്കാം. സിനിമാ ലോകം പശ്ചാത്തലമായി വരുന്ന ഒരു ബൃഹത്തായ നോവലിന്റെ കൂടി പണിപ്പുരയിലാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി. അതുകൊണ്ട് തന്നെ ലോക സിനിമയിലെ ഓരോ സ്പന്ദനവും അദ്ദേഹം ഗവേഷണ ബുദ്ധിയോടെ പിന്തുടരുന്നു. പുതിയ തലമുറ ഞങ്ങളെക്കാളൊക്കെ മുമ്പിലാണെന്ന് വേണം പറയാം. ഞങ്ങൾ ഒരു കഥ എടുക്കുന്ന 1000 പ്രാവശ്യം ആലോചിക്കും. ഇത് ആദ്യം പശ്ചാത്തലമായ കഥയുണ്ടോ, ആ കഥയിൽ ഒരു മെസ്സേജ് ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരാകുന്നില്ല. അവരൊരു സീക്വൻസ്, ഞങ്ങളുടെ സിനിമയിൽ ഒരു സീക്വൻസ് അതിമനോഹരമായി സ്ക്രിപ്റ്റാക്കി അവർ സിനിമയാക്കും, വിജയിപ്പിക്കും.
പുരസ്കാര ശില്പങ്ങളുടെ പൂങ്കാവനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ കരിമ്പാലയത്തെ വീട്. കേരള സംസ്ഥാനം നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് മുതൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ അവാർഡ് അടക്കം പല കാലങ്ങളിലായി പല മേഖലകളിലെ കഴിവുകൾക്ക് ഒട്ടേറെ സംസ്ഥാന ദേശീയ ബഹുമതികൾ ശ്രീകുമാരൻ തമ്പിയെ തേടിയെത്തിയിട്ടുണ്ട്. വള്ളത്തോൾ അവാർഡ്, ആശാൻ സ്മാരക പുരസ്കാരം, ഉള്ളൂർ അവാർഡ്, മഹാകവി മൂലൂർ അവാർഡ്, തകഴി പുരസ്കാരം, ബാലമണിയമ്മ അവാർഡ് തുടങ്ങി ഗുരുനാഥന്മാരുടെ പേരിലുള്ള ബഹുമതികളും P. ഭാസ്കരൻ, വയലാർ, ദേവരാജൻ, ദക്ഷിണാമൂർത്തി, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ, അർജുനൻ മാസ്റ്റർ, പ്രേംനസീർ, സത്യൻ തുടങ്ങിയ സഹപ്രവർത്തകന്മാരുടെ പേരിലുള്ള അവാർഡുകളും ഏറ്റുവാങ്ങിയ ശ്രീകുമാരൻ തമ്പിക്ക് സമകാലികരായ പ്രതിഭകൾക്ക് സ്വന്തം പേരിൽ അവാർഡ് നൽകുന്നത് കാണാനുള്ള അപൂർവ ഭാഗ്യവും കാലം കനിഞ്ഞനുഭവിച്ചു. ഇവിടെ നടക്കുന്നത് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പുരസ്കാര ദാനമാണ്. അതിലെ ആദ്യത്തെ പുരസ്കാരം നമ്മുടെ മലയാളത്തിലെ ഭാവഗായകനായ P. ജയചന്ദ്രനാണ് നൽകിയത്. രണ്ടാമത്തെ പുരസ്കാരം നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായ മോഹൻലാലിനാണ് നൽകുന്നത്. പ്രേംനസീറിന് ശേഷം പാട്ടുപാടി അഭിനയിക്കാൻ അഗ്രകളിൽ നിന്ന് പിൽക്കാലം പുകൾപെറ്റ മഹാനടൻ മോഹൻലാലിന് വില്ലൻ വേഷങ്ങളുടെ കാലത്ത് പാടിക്ക് നിൽക്കാൻ ആദ്യ ഖവാലി ഗാനം സമ്മാനിച്ചതും ശ്രീകുമാരൻ തമ്പിയാണ്. എനിക്കും ഒരു ദിവസം, ആധിപത്യം, യുവജനോത്സവം എന്നിങ്ങനെ 3 ചിത്രങ്ങളിൽ ശ്രീകുമാരൻ തമ്പി മോഹൻലാൽ കൂട്ടുകെട്ട് വിജയം കൈവരിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ K. ജയകുമാർ, സംവിധായകൻ പ്രിയദർശൻ, കവി പ്രഭാവർമ്മ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ 2ാമത്തെ അവാർഡിന് ശ്രീ മോഹൻലാലിനെ തിരഞ്ഞെടുത്തത്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഞാൻ സ്ഥാപിച്ചതല്ല. എൻ്റെ ആരാധകരും സുഹൃത്തുക്കളും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രം. ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ആരാധകരെ സഹകരണം നൽകി നിങ്ങൾ അനുഗ്രഹിക്കുക. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകർക്കിനാവിൻ പനിനീർ മഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു